ആഡിസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഒരുപാട് നാളായി ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. പുറത്ത് കുറച്ച് ഓട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ യൂബർ കുറച്ച് കുറവായിരുന്നു. അപ്പം ഇന്ന് ഒരുപാട് നാൾക്ക് ശേഷം നൈറ്റ് ഇറങ്ങി ഇപ്പം സമയം എത്രയായി? 7:45 കേട്ടോ. 7:45 ആദ്യത്തെ അടി ഇതുവരെ വന്നിട്ടില്ല. ഇത് പഴയതാണ് കാണിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ട്രിപ്പ് ഓണാക്കിയിട്ടുണ്ട്. നോക്കാം. ഇപ്പോൾ ശ്രീകാര്യം ഭാഗത്തുണ്ട്. ട്രിപ്പ് ഇതുവരെ വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാം. അതേപോലെ പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പരിധിയിൽ 500 മീറ്റർ പരിധിയിൽ ട്രിപ്പൊന്നും എടുക്കാൻ പാടില്ലെന്നാണ് പുതിയ നിയമം. പോലീസ് സ്റ്റേഷൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഓട്ടോ ടാക്സി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്തായാലും കാറും കൂടെ അതിൽ ഉൾപ്പെടും. എന്താവോ എന്തോ. വേണ്ടേ അപ്പം എന്താവുമെന്ന് അറിഞ്ഞു നോക്കാം. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ ട്രിപ്പ് അടിച്ചത്. അത് കൊച്ചുവേളിയിൽ നിന്ന് മുംബൈ ട്രെയിനാണ് അടിച്ചത്. തമ്പാനൂർ ഡ്രോപ്പ് 198 രൂപ. ഇവിടെ കൊണ്ട് വിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു സിനിമയൊക്കെ കണ്ടുകൊണ്ട്. അപ്പോൾ അടുത്ത ട്രിപ്പിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് റിസർവ് വന്നിട്ടിരിക്കുന്നു. 12:20 അമ്പലമുക്കൊന്ന് എടുത്ത് ഡൊമസ്റ്റിക്കിൽ വിടാം. 412 രൂപയുണ്ട് ഫെയർ. കുഴപ്പമില്ല. റിസർവേഷൻ കൺഫേംഡ്. അങ്ങനെ ട്രിപ്പ് കൺഫേമായി. അപ്പോൾ അതായി. ആകെ ഒരു സമാധാനമായി. ഇനി അടുത്ത ട്രിപ്പ് എപ്പോഴാണെന്ന് നോക്കാം. വന്ദേ ഭാരത് ഉണ്ട്, അല്ലാതെ ഒരു ട്രെയിനുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ വന്ദേ ഭാരത് വന്ന് അടുത്ത യൂബറിലതാണ് 140 രൂപ. അത് അടിച്ച് അത് നഷ്ടം. ഇപ്പം നമുക്ക് ഓലയിൽ ട്രിപ്പ് അടിച്ച് അതാണ് കുറച്ചുകൂടെ നേട്ടം. ഓലയിൽ നമുക്ക് ഇവിടെ നിന്ന് മണക്കാട് നിന്ന് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോകാൻ വേണ്ടി അതടിച്ച്. അപ്പോൾ ഓലയുടെ ട്രിപ്പ് വന്നാൽ അതാണ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെനിഫിറ്റ്. അപ്പോൾ എടുക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വന്ദേ ഭാരത് വന്നിട്ട് നമുക്ക് അടിച്ചത് 140 രൂപയുടെ ട്രിപ്പ്. 7:30 ഇറങ്ങിയതാണ്. പിന്നെ ഉള്ള ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ യൂബറിൽ കണ്ടിന്യൂസ് ഡെയിലി ഒന്നും എടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ ഇതേപോലെ തന്നെയാണ്. പിന്നെ വരുമ്പം ഇതേപോലെ ഇട്ട് ഇഴപ്പിക്കും. പിന്നെ കുറേ 2-3 ദിവസം ഇതേപോലെ ഇട്ട് കാണിച്ചിട്ടേ ട്രിപ്പ് തന്നു തുടങ്ങുള്ളൂ. ഇപ്പം ഞാൻ ട്രിപ്പ് എടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഓലയിൽ ഇപ്പം ഇന്നത്തെ ആദ്യത്തെ ട്രിപ്പാണ്. അപ്പോൾ അതെടുക്കണം. അമ്മമാരുടെ ട്രിപ്പ് കിട്ടിയാലേ നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ. രാത്രി പുതിയതായിട്ട് വരുന്നവരൊക്കെ കുറച്ച് വണ്ടിയൊക്കെ നല്ല സൂക്ഷിച്ച് ഉപയോഗിക്കണം. പരിചയമില്ലാതെ ഒന്നും നൈറ്റ് ട്രിപ്പ് ലോങ് എടുക്കരുത് കേട്ടോ. അത്യാവശ്യം ഇപ്പം ആക്സിഡൻ്റൊക്കെ ഒത്തിരി കൂടുന്നുണ്ട്. പുതിയതായിട്ട് വരുന്ന മൊത്തത്തിൽ കുറ്റം പറയല്ല. ഞാൻ വലിയ ക്യാമനാണെന്നും പറയുന്നതല്ല. ഉറക്കം എല്ലാവർക്കും വരും. പരിചയമില്ലാത്തവർ കഴിവതും അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്തിട്ട് വേണം ഓട്ടിക്കാൻ കേട്ടോ. ശബരിമല പോയ കുറേ വണ്ടികളിൽ ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലും ഭൂരിഭാഗവും അത് പുതിയതായിട്ട് എടുത്ത ആൾക്കാരൊക്കെയാണ്. അപ്പം വണ്ടിയെല്ലാം നൈറ്റ് ഓടിക്കുന്നവർ ഇത്തിരി കെയർഫുള്ളായിട്ട് ഓടിക്കുക. എന്തായാലും നമ്മൾ ട്രിപ്പ് എടുക്കാൻ കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഓട്ടം കുറവാണെന്ന് തോന്നുന്നു. നമുക്കടിക്കാത്തതാണോ, ആപ്പിൻ്റെ പ്രശ്നമാണോ, അതോ ഫോണിൻ്റെ പ്രശ്നമാണോന്ന് അറിയത്തില്ല. മറ്റേ ഫോണിൽ നിന്ന് ആൻഡ്രോയിഡിൽ നിന്ന് ഇപ്പം ഞാൻ ഐഫോണിലോട്ട് മാറ്റി.
എന്നിട്ട് ഒന്നും അടിച്ചില്ല. അപ്പോൾ പിന്നെ ഞാൻ പഴയതുപോലെ തന്നെ ആൻഡ്രോയിഡിലോട്ട് തന്നെ യൂബർ ഓണാക്കി. അപ്പോഴാണ് ഒരു ട്രിപ്പ് അടിച്ചത്. മിക്കവാറും ഫോണിൻ്റെ പ്രശ്നമായിരിക്കും, നെറ്റ്വർക്ക് പിടിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഐഫോണിൽ പൊതുവേ നെറ്റ്വർക്ക് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിലേ അതിൽ നെറ്റ്വർക്ക് ഇത്തിരി പിടിക്കത്തുള്ളൂ. അത് പണ്ടും അതേ പ്രശ്നം ഉണ്ടായിരുന്നേ. എന്തായാലും ഞാനും വീണ്ടും പഴയതിലോട്ട് തന്നെ ഇതിലോട്ട് തന്നെ വന്നു. കാശ് കിട്ടിയിട്ട് ഒരു ചെറിയൊരു ഫോൺ മേടിക്കണം, ആൻഡ്രോയിഡ്, ഒരു 10 രൂപയ്ക്കല്ല. മണക്കാട് എത്തി. ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോകാനാണെന്നാണ് പറഞ്ഞത്. ക്ലോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. 400 മീറ്ററും കൂടെ കഴിഞ്ഞാൽ റൈറ്റ് ആണ് കാണിക്കുന്നത്. റോഡ് ഫുള്ള്, പോക്കറ്റ് റോഡ് ഫുള്ള് പൊളിച്ചങ്ങ് ഇട്ടിരിക്കുകയാണ്. കസ്റ്റമറാണ് വിളിക്കുന്നത്. ഹലോ, പറഞ്ഞോ. കട്ടയിൽ നിന്ന് വന്നോ? ഞാൻ ഇപ്പം ആ റോഡിലോട്ട് ഇറങ്ങിയായിരുന്നു. അപ്പം ഞാൻ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ മതിയോ തിരിച്ച്? അതെ, ആ കട്ടിനകത്തോട്ട് ഞാൻ ഇറങ്ങി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക കട്ടില്. ഞാൻ വന്നുകൊണ്ടിരിക്കുക. സ്ഥലം എത്താറായല്ലോ. ഞാൻ ലൊക്കേഷൻ എത്താറായി. ഇവിടെ നിന്നൊരു കട്ടിലോട്ട് കയറിയിട്ട് ഒരു റൈറ്റ് ആണ് കാണിക്കുന്നത്. ഈ കെട്ടാണോ? ബൈക്ക് വണ്ടി കണ്ടോ? വണ്ടിയുടെ മുന്നേ ബൈക്ക് വരുന്നില്ലല്ലോ. തമിഴ് അറിയാം. சேர்ந்து ஒரு ரைட் இருக்கு, அதுதானே? கொஞ்சம் அதுக்கு அப்புறம் ஒரு ரைட் இருக்கு, அந்த ரைட்டு தான் எடுத்துருக்கு. அப்படியா? நான் பார்க்கவே இல்லையே. அப்படியா? வண்டிக்கு நேரம் ஒரு வண்டிக்கு நிக்குது, அந்த வண்டியா தெரியல. ஸ்ட்ரைட்டா நிக்கிறேன். ஸ்ட்ரைட்டாவா? ஒரு பார்க்கட்டும். ஒரு ட்ராலி இருக்கு என் கையில. இல்லையே இங்கே எதுவும். நீங்க வரீங்களா? ஸ்ட்ரைட்டா வரீங்களா இப்போ? ஸ்ட்ரைட்டா வந்து இப்போ ஹைவேக்கு பக்கத்துல வந்தாச்சு. ஹைவே கட்டுக்குள்ள வந்துட்டீங்க? கட்டுக்குள்ள வந்து இப்போ ஹைவே ஸ்டார்ட் பண்ண அந்த இடத்துக்கே வந்தாச்சு. அவ்வளோ தூரம் வந்திருக்கு. இப்போ நீங்கள் எங்கே இருக்கீங்க? அந்த மணக்காட்டு ஸ்கூல் இருக்குல்ல, அதுக்கு அடுத்து நான் வேணா அந்த மெயின் ரோட்ல நிக்கிறேன். மணக்காட்டு ஸ்கூல் முன்னாடி. இப்போ மறுபடியும் நான் திருப்பி வந்துட்டே இருக்கேன். அந்த மணக்கால் ஸ்கூல் பார்த்துட்டு அந்த ரூட்லேயே வந்திருக்கு. ஆனால் இது மணக்காட்டு ஸ்கூல் பேக் சைடு ஒரு கட்டு வரும். ஒரு அந்த உன்னிக்ஸ் லாட்ஜ் ஒரு ஹாஸ்டல் இருக்கு, தெரியுங்களா? இல்லை தெரியாது. தெரியாதா? இது ஒரு நிமிஷம், நான் மெயின் ரோட இங்கே இருங்க. சரி.
ഓലയിൽ ആദ്യത്തെ കിട്ടിയത് വല്ലാത്തൊരു ട്രിപ്പായിപ്പോയി. ലൊക്കേഷൻ അവൻ തെറ്റിച്ച് വെച്ചിരിക്കുകയാണ് ഒരു തമിഴെ. ഇപ്പം വീണ്ടും മണക്കാട് സ്കൂളിലെ ഫ്രണ്ട് വരാൻ പറഞ്ഞു. ഇവിടെ വന്നിട്ടുണ്ട്, അവനെ കാണാനില്ല. അവൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. പോയി മണക്കാട് സ്കൂളെന്നും പറഞ്ഞിട്ട് ഏത് സ്കൂളിൽ പോയി നിൽക്കണോ എന്തോ, ആരെയും കാണാനില്ല. ആരെയും കണ്ടില്ലല്ലോ. ട്രോളി ഉരുട്ടി വരുന്നെന്ന് പറഞ്ഞു. ട്രോളിയും കണ്ടില്ല, ആരെയും കണ്ടില്ല. രാവൻ വിളിക്കും. അപ്പോൾ നമ്മുടെ 12:20 ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ട്രിപ്പ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മൾ 12:15 എത്തി. ഇനി ഒരു 5 മിനിറ്റ് കൂടെയുണ്ട്. ഇവിടെ നിന്ന് എടുത്ത് ഡൊമസ്റ്റിക്കിലാണ് ഇവിടെ ഉള്ളത്. അവിടെ പോയിട്ട് ഇനി ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് നോക്കണം. കറക്റ്റ് ലൊക്കേഷൻ ആയിരുന്നുണ്ടോ? ആളിപ്പോൾ വരും. അപ്പോൾ നമുക്കിന്നെ ബാക്കിയുള്ള വിശേഷം നോക്കാം. ഇതുവരെ ഓടിയില്ല. 200 രൂപയ്ക്ക് ഓടി, 125 രൂപ ഓലയിൽ ഓടി. പിന്നെ ഈ ട്രിപ്പ് എല്ലാം കൂടെ ആകുമ്പോൾ ഒരു 700 രൂപ ആവുന്നുള്ളൂ. ബാക്കി വിശേഷം ഇനി അടുത്ത ട്രിപ്പിൽ കാണാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഇപ്പം 1:25 വെളുപ്പിന്. അപ്പോൾ നമുക്ക് അമ്പലമുക്ക് ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് എടുത്തത് നമ്മൾ ഡൊമസ്റ്റിക് വിട്ടു. ഡൊമസ്റ്റിക്കിൽ നിന്ന് തൊട്ടടുത്ത് നമ്മുടെ ഇൻ്റർനാഷണലിലോട്ട് കിട്ടി. ഇൻ്റർനാഷണൽ എയർപോർട്ടല്ല, അതിന് വെളിയിലൊരു ഹോട്ടലിൽ ഇസ്താൻബുളിൽ. അപ്പോഴത്തേക്കും നമ്മൾ ഇൻ്റർനാഷണൽ അടുത്ത ട്രിപ്പ് അടിച്ചു തമ്പാനൂർ. അവിടെ ഒരു പുതിയതായിട്ടൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്, കോർഡിയൽ സോപാനം. അവിടത്തേക്കാണ്. അതേപോലെ ഇപ്പോൾ ഇവിടെ ക്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കൊച്ചിയിലെ സെറ്റപ്പാണ് എയർപോർട്ടിലത്തേക്ക് ക്യൂ. ഇപ്പോൾ ഒരു മെസ്സേജ് വന്നായിരുന്നു, ഞാൻ ക്യൂവിലല്ല, അതിലോട്ട് ഇടാൻ, ഇല്ലെങ്കിൽ ട്രിപ്പ് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. പക്ഷെ ഇതിലൊന്നും കാണിച്ചിട്ടില്ല, ഇതിനെ ടൈപ്പ് ചെയ്ത് വന്നതേ ഉള്ളൂ ക്യൂവിലോട്ട് ഇടാനെന്ന്. ക്യൂവിൻ്റെ ബോർഡറൊന്നും കാണിച്ചില്ല ഏതിനകത്തോട്ടാണ് ഇടാനുണ്ടേന്ന്. പക്ഷേ ട്രിപ്പ് കിട്ടി എന്തായാലും. ആൾ ഇതാണ്ട് അതാ വന്നു, അവരാണ്. ഇതുകൊണ്ട് വരാ കാര്യം അവര് ഒരു ബാണ്ടക്കെട്ടുണ്ട്. എന്തായാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ അവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഹോട്ടൽ. ഇതാണ് പുതിയൊരു ഹോട്ടൽ, കോർഡിയൽ സോപാനം. ഏറ്റവും രസകരമായിട്ടുള്ളൊരു സംഭവം ഇന്നതാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല കുറച്ചേ ഉള്ളൂ. ഇവർക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഒറ്റ ഗേറ്റ് വെച്ചാൽ മതി, ഇത്രയും കഷ്ടപ്പെടണ്ടായിരുന്നു. ഔട്ടിൻ്റെ ഗേറ്റിൻ്റെ വലിപ്പമാണ് കണ്ടല്ലോ. ഒരു വണ്ടിക്ക് കഷ്ടി പോവാം. ഇതാണ് ഇതിൻ്റെ ഔട്ട്. നോക്കി എടുത്തില്ലെങ്കിൽ അത് പോവും. ഇവരെന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് വെച്ചത്? ഇത് പറയാം. ഇനി അടുത്ത് നമുക്ക് ഇവിടെ തമ്പാനൂർ അവിടെ ഇനി കിടക്കാം. ഇല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അവിടെ കൊണ്ട് ഇട്ടാലും ഓട്ടം കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ ഇനി അടുപ്പിച്ച് കംപ്ലീറ്റ് ഫ്ലൈറ്റ് ഉണ്ട്. 3 വരെയൊക്കെ ഫ്ലൈറ്റ് ഉണ്ട്. ഡൊമസ്റ്റിക്കിലും ഫ്ലൈറ്റ് ഉണ്ട്. എന്തായാലും തമ്പാനൂർ പോകാം. നമ്മളൊരു കമ്പനിക്കാരവിടെ കിടപ്പുണ്ട്. അവൻ ഇങ്ങോട്ട് വരാൻ പോയപ്പോൾ ഞാൻ വിളിച്ചത്, ഞാൻ ഇങ്ങോട്ട് വരുന്നു, അവിടെ നിന്ന് കിടക്കാൻ പറഞ്ഞു. തമ്പാനൂർ പോവാം. ആളൊഴിഞ്ഞ തമ്പാനൂർ. ട്രാഫിക് ഇല്ലാതെ പോകാൻ പറ്റിയ സമയം. ഇവിടെയൊക്കെ ചെറിയ പ്രശ്നമൊക്കെ ഇവിടെ നടപ്പുണ്ട് കേട്ടോ. യൂബർ ഓട്ടോയിനും ഇതിനകത്ത് ട്രിപ്പ് എടുക്കാൻ അല്ലെങ്കിൽ സമ്മതിക്കത്തില്ല, പോലീസ് അത് ഫൈൻ അടിക്കും. അതും പോരാത്തണ്ട് ഇവന്മാർ ഒരു തരികിട കാണിച്ച് ഈ ഓട്ടോക്കാരന്മാർ ഇവിടുത്തെ സ്റ്റാൻഡിൽ. അവന്മാർ പോലീസിൻ്റെ പേരും പറഞ്ഞ് അതേ കളറിൽ പോസ്റ്റർ അടിച്ച് പോലീസ് ഇവിടെ വണ്ടി ട്രിപ്പ് എടുക്കാൻ പാടില്ലെന്നും പറഞ്ഞ് വെച്ചത്. പോലീസിനെ അവസാനം ആൾക്കാരെല്ലാം വിളിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അത് ഈ ഓട്ടോക്കാരന്മാർ ചെയ്തതാണ്. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. നമ്മുടെ കമ്പനിക്കാരെന്താണ്ട് ഇവിടെ എവിടെയോ കിടപ്പുണ്ടെന്ന് പറഞ്ഞു.
കണ്ടില്ലല്ലോ. ട്രിപ്പ് പോലെ അടിച്ച് പോയോ എന്തോ. ഒന്ന് വിളിച്ചു നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് നേരെ ഇൻ്റർനാഷണലിലോട്ട് തന്നെ വെച്ച് പിടിക്കാം, ട്രിപ്പ് കിട്ടും. അതേപോലെ ഈ ഇപ്പം കുഴപ്പമില്ല കേട്ടോ, ഈ സിഗ്നലെല്ലാം ഇപ്പോൾ ഓഫാണ്. നമുക്ക് അതുകൊണ്ട് പ്രശ്നമില്ല. റോങ് സൈഡും ഇതെല്ലാം അങ്ങ് കയറിപ്പോവാം. പക്ഷെ രാവിലെയൊക്കെ നമ്മുടെ സ്റ്റാച്ചു, ആ പുളിമോട്, പ്ലാമോട്, ആ ഭാഗങ്ങളിലുള്ള സിഗ്നലൊന്നും, റെഡ് സിഗ്നലൊന്നും കട്ട് ചെയ്ത് കയറിക്കളയില്ല അബദ്ധത്തിൽ പോലും. അതിനൊക്കെ നല്ല ഫൈൻ വരുന്നുണ്ട്. നമ്മുടെ 2-3 വണ്ടിക്കാർക്കൊക്കെ നല്ല രീതിയിൽ ഫൈൻ വരുന്നുണ്ട്. അത് 2000-3000 ഒക്കെയാണ് ഫൈൻ വരുന്നത്. അത് വിർച്വൽ കോടതി വഴിയാണ് വരുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അടച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ വാറണ്ടി അല്ല വാറൻ്റ് ആവും. അതുകൊണ്ട് സിഗ്നലെല്ലാം ഇത് കട്ട് ചെയ്യാതെ നോക്കുക. നമ്മുടെ കൂടെ ഉള്ളവർ, കാശുള്ളവന്മാർ കട്ട് ചെയ്തോട്ട് പൊയ്ക്കോളും. ഇന്ന് കുറേമാർ അത് അറിഞ്ഞൂടാതെ ആ സ്റ്റാച്ചുവിലത്തെ ആ 1 വേയിലോട്ട് കയറുന്ന സിഗ്നൽ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ സിഗ്നൽ കട്ട് ചെയ്തതിന് ഫൈൻ വരുന്നുണ്ട്. ഞാൻ എന്തോ ഭാഗ്യത്തിന് ഞാൻ കട്ട് ചെയ്തില്ല. സാധാരണ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കട്ട് ചെയ്യുന്നതാണ് വണ്ടിയില്ലെങ്കിൽ. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞത്, അവന് ഹെൽമെറ്റ് ഇല്ലാത്തതിന് ഒരു 2500 രൂപ പറ്റി വന്നു. അതാണ് ഡയറക്റ്റ് പോയി സംസാരിച്ചപ്പോൾ അവർ കുറച്ച് 250 ആക്കി കൊടുത്ത്. പക്ഷേ വിർച്വൽ കോടതി വഴി ഈ സിഗ്നൽ കട്ട് ചെയ്തതിന് കാറിൽ പറ്റി വന്നു. അതൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അടച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു 3000 രൂപ. അതുകൊണ്ട് അതൊന്നും നോക്കിയേക്കണം. അവിടെ മാത്രമാണ്, അവിടെയും പ്ലാമോഡിലെന്നാണ് പറഞ്ഞത്, വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് സിഗ്നൽ കട്ട് ചെയ്യുന്നവർ സൂക്ഷിച്ചൊക്കെ കട്ട് ചെയ്തണം, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ പൈസ പോകുന്ന വഴി അറിയില്ല. അപ്പം രാവിലെ 7 മണിയായി കേട്ടോ. അപ്പം നൈറ്റ് കിടന്നിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ മൊത്തത്തിൽ യൂബറിലും ഓലയും കൂടെ ഒരു 1000 രൂപയൊക്കെ ഓടിയുള്ളൂ. രാവിലെ പിന്നെ ഒരു നാഗർകോവിൽ ട്രിപ്പ് വന്നു 2300 രൂപ. പക്ഷെ അതും ചീറ്റിപ്പോയി. രാവിലെ വന്ന ട്രിപ്പെല്ലാം ചീറ്റിപ്പോയി, എല്ലാം ക്യാൻസലായിപ്പോയി. അപ്പം ഇത്ര ദിവസം ഇറങ്ങാത്തതുകൊണ്ടാണ് ഓട്ടം കിട്ടാത്തത്. അപ്പോൾ എന്തായാലും രാവിലെ വീണ്ടും പാറ്റൂർ പെട്രോൾ പമ്പിൽ വന്ന് പെട്രോളൊക്കെ അടിച്ച് വന്ന് ഫ്രഷായി. അപ്പോൾ എന്തായാലും വീട്ടിൽ പോകണില്ല. ഒരു ടാർഗറ്റ് എത്തുന്ന വരെ ഓടി തീർത്തിട്ടേ വീട്ടിൽ പോകണുള്ളൂ. ഇന്ന് രാവിലെ ആയിട്ട് ഒന്നും അടിച്ചിട്ടില്ല ഇതുവരെ. ആപ്പിൻ്റെ പ്രശ്നമാണോ അതിന് മൊബൈലിലെ ആണോ എന്താണെന്നൊരു പിടിയില്ല. പെട്രോൾ അടിച്ച് എന്തായാലും ഇന്ന് ഓടി തീർത്തിട്ടേ പോവുള്ളൂ. ഇന്ന് നൈറ്റ് ഫുൾ ഓടിയിട്ടേ പോവുള്ളൂ. നോക്കണമല്ലോ, തോറ്റു കൊടുക്കാൻ എന്തായാലും പറ്റില്ല. ഓട്ടം നമ്മൾ പിടിക്കും. 7 മണിയല്ലേ ആയുള്ളൂ. എന്തായാലും ഉച്ചയ്ക്ക് മുന്നേ ഒരു 1500 രൂപയ്ക്ക് തന്നെ ഓടും. നോക്കിക്കോ. അപ്പോൾ ഇനി ബാക്കി വിശേഷം നമുക്ക് ഇനി ഒരു 8:30-9 മണിയെല്ലാം ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് തമ്പാനൂരായിരിക്കും. ഇനി ട്രെയിനിൻ്റെയും ഫ്ലൈറ്റിൻ്റെയൊക്കെ ടൈം അനുസരിച്ച് ഇനി എവിടെ പോകണമെന്ന് നോക്കിയിട്ട് പോയി കിടക്കാം. പെട്രോളൊക്കെ അടിച്ചപ്പോൾ നമ്മൾ നേരെ ഇനി പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ ഒരു 7:45 ട്രെയിനുണ്ട്. 7:45 പിന്നെ 8:30 9:30 നല്ല മഴ, രാവിലെ തന്നെ നല്ല മഴ. അയ്യോ രാവിലെ ഇനി ആര്യാസ് പാർക്കിൽ അവിടെ പോയി ഫുഡും കഴിച്ചിട്ടിരിക്കുക. അതാകുമ്പോൾ പിന്നെ ആ പണിയും കഴിഞ്ഞ് പിന്നെ ഓട്ടം വരുമ്പോൾ പിന്നെ ആഹാരത്തിന് വേണ്ടി സമയം കണ്ടെത്തണ്ട. ഇതാകുമ്പോൾ ഇത്രയും സമയം ഫ്രീ ആണ്. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വല്ലതും പിക്കപ്പ് വന്നാലായി. അവിടെ നിന്നെടുത്ത് ഹോട്ടലിൽ വല്ലതും വിടാനുള്ള ചെറിയ ട്രിപ്പ് എല്ലാം അവിടെ എത്തുമ്പോൾ ഒരു 150ൻ്റെ അകത്തുള്ള ട്രിപ്പൊക്കെ ഇവിടെ വരാൻ ചാൻസ് ഉള്ളൂ. ഈ സമയത്ത് ട്രെയിന് വന്നാലേ ഇനി വല്ല ലക്ഷ്യമുള്ളൂ. എന്തായാലും നോക്കാം. നമ്മുടെ LJ ആക്സസറീസിൻ്റെ പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റും ഓഫറുകളും ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. പുള്ളിക്കാരൻ സാധനം പർച്ചേസ് ചെയ്യാൻ പോയിരിക്കുകയാണ്. വന്ന ഉടനെ നമ്മളത് വീഡിയോ ഇടുന്നതായിരിക്കും. 2 ദിവസമായി പുള്ളി പോയിട്ട് വന്നിട്ട് നമുക്ക് പറയാം എന്തൊക്കെ കുറേ സാധനം ഉണ്ടെന്ന് പറയുന്നു. നല്ല കിടില ഐറ്റംസ്, എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള സാധനങ്ങളാണ്. വണ്ടി ഉപയോഗിക്കുന്നവർക്കെല്ലാം അത്യാവശ്യമായുള്ള സാധനങ്ങളൊക്കെ നല്ല വില കുറച്ച് ക്വാളിറ്റി സാധനങ്ങൾ.
മുമ്പ് വരുന്നതിനേക്കാളും നല്ല അടിപൊളി ക്വാളിറ്റി സാധനവും നല്ല അതും റീസണബിൾ പ്രൈസിൽ പുള്ളിക്കാരൻ കൊണ്ടുവരുന്നുണ്ട്. ബാക്കി വിശേഷം ഇനി നമുക്ക് ആര്യാസിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആര്യാസ് പാർക്കിലോട്ട് എത്തി. ഓപ്പൺ ആയിട്ടുണ്ട് വൈകി. അപ്പം നമുക്ക് ബാക്കി വിശേഷം കഴിച്ചിട്ട് കാണാം. നല്ലൊരു കിടിലൻ ട്രിപ്പ് എനിക്ക് 2 എണ്ണം കിട്ടി. ഒന്ന് യൂബറിലും ഓലയിലും. യൂബറിൽ കിട്ടിയെന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നമ്മുടെ ഈസ്റ്റ് ബോട്ട് വിടാനാണ്. അടുത്ത ട്രിപ്പ് എന്ന് പറയുന്നത് ഓലയിലടിച്ചത് എന്ന് പറഞ്ഞാൽ സാജ് ലൂസി, അതായത് ഈസ്റ്റ് ബോട്ടുള്ള സാജ് ലൂസി എന്നിടത്ത് ഡൊമസ്റ്റിക്കിൽ 2 ട്രിപ്പും എടുത്ത്. ഇതൊക്കെ നല്ല കിടിലം ഗോൾഡൻ ബമ്പറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ 2 ട്രിപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ പൂർത്തീകരിക്കുമെന്ന് കാണിച്ചു തരാം. റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. ക്യാൻസൽ ആവാതിരുന്നാൽ മതിയായിരുന്നു ഓല. അപ്പോൾ നമുക്ക് വിജയകരമായ ട്രിപ്പുകൾ പൂർത്തിയാക്കി അടുത്ത ട്രിപ്പ് കിട്ടി. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് 210. അത് മറ്റേ ട്രിപ്പിൻ്റെ കൂട്ടത്തിൽ വന്നുകൊണ്ട് കാണാൻ പറ്റിയില്ല സ്ഥലം എവിടെയാണ്. ഓലയിൽ ഇപ്പോൾ ട്രിപ്പ് അടിച്ചു, പക്ഷെ അത് ക്യാൻസലായി. ഓലയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടോ കേട്ടോ ട്രിപ്പ്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ കുറേ നേരമായി ഈ ട്രിപ്പ് വന്നിട്ട്. മറ്റേ ട്രിപ്പിൻ്റെ കൂട്ടത്തിൽ വന്നതാണ് യൂബറിൽ. പോയി നോക്കാം ആളുണ്ടാകും. വിളിച്ചിട്ടാണെങ്കിൽ എടുക്കണമില്ല. ആഹാരം കഴിക്കാൻ ഇരുന്നിട്ട് ഓർഡർ ചെയ്തിട്ടാണ് ഈ ട്രിപ്പ് 2ഉം വന്നത് ഒരുമിച്ച്. അവസാനത്തെ ട്രിപ്പ് മൊത്തം 327 രൂപയാണ് കിട്ടിയത്. അതിൽ നമുക്ക് 267 രൂപ. അത് എന്തായാലും നന്നായി. ശ്രീകാര്യത്തായിരുന്നു കേട്ടോ അത് ട്രിപ്പ്. ഇനി ഇവിടെ നിന്ന് വല്ല ഹോട്ടലിൽ വല്ലതും കഴിക്കണം. ഇവിടെ നിന്ന് ഇനി ട്രിപ്പൊക്കെ കിട്ടാൻ പാടാണ്. എന്നാലും നോക്കാം. അടുത്ത ഓട്ടം അടിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രീകാര്യം മാർക്കറ്റിനെ ഇവിടെ ഒതുക്കിയിട്ടിട്ട് കിടക്കുകയായിരുന്നു. ഡയമണ്ട് ഡിസ്ട്രിക്റ്റ് എന്നെടുത്ത് ശ്രീകാര്യം ആക്കുളം റോഡ് എന്നാണ് കാണിച്ചത്. നോക്കാം. ശ്രീകാര്യം ജംഗ്ഷൻ ഫുള്ള് ബ്ലോക്ക്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇത് ശ്രീകാര്യം ജംഗ്ഷൻ കട്ട് ചെയ്ത് അപ്പുറത്തോട്ട് എത്തിക്കും. മിക്കവർക്കും അറിയാം ഇവിടെ ഇപ്പം ബ്ലോക്കില്ല. സാധാരണ ഇവിടെയും ബ്ലോക്ക് വരാണ്ടാണ്. ജംഗ്ഷൻ ഫുള്ള് ബ്ലോക്കായിട്ട് കിടക്കും. അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പാടാണ്. ഡയമണ്ട് ഡിസ്ട്രിക്റ്റ് ടവർ 2. അവിടെയും ബ്ലോക്ക് തന്നെ. പറഞ്ഞു തീർന്നില്ല. ബ്ലോക്ക് ഇല്ലെന്നാണ് പറഞ്ഞത്. ഒരാവശ്യമില്ലായിരുന്നു. ബ്ലോക്ക് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ജംഗ്ഷൻ്റെ അത്ര ബ്ലോക്ക് ഇല്ല. വണ്ടി പോവും. കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ ഈ റോഡും വരാൻ പറ്റില്ല. ഇതും ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും. പക്ഷേ ഈ കഴക്കൂട്ടൊന്നും പഴയതുപോലെ എന്നല്ല. സാധാരണ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് ഉറപ്പായിട്ട് അടിക്കുന്നതാണ്. ഡൊമസ്റ്റിക്കിലോട്ട് ഈ സമയത്തൊക്കെ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ
ഇപ്പോൾ ഒന്നുമില്ല, പാർക്കൊന്നും പോലും അടിക്കുന്നില്ല. എന്നാൽ പാർക്ക് തൊട്ട് വർക്കിങ്ങുമാണ്. പഴയതിൻ്റെ അത്ര ആക്റ്റീവ് അല്ല ടെക്നോ പാർക്കൊക്കെ എപ്പോഴും. എനിക്കൊന്നും അവരെല്ലാം പേഴ്സണൽ വണ്ടികളിലായിരിക്കും വരുന്നത്. പണ്ടൊക്കെ ഉച്ചയ്ക്ക് വരുമ്പോഴാണ് ഈ അവസ്ഥ. ഇതിപ്പോൾ എപ്പോഴും വന്നാലും ഈ കഴക്കൂട്ടം ഭാഗം, ശ്രീകാര്യം ഭാഗം ഇങ്ങനെ തന്നെയാണ്. പിന്നെ ആ CET കോളേജ് മാത്രമേ ഉള്ളൂ വരുന്ന വഴിക്ക് പ്രതീക്ഷ. അവിടെ നിന്ന് വരെ പിള്ളേരും എല്ലാം ബുക്ക് ചെയ്താറുണ്ട്. അല്ലെങ്കിൽ ശോകമാണ് മോനെ, ശോകം ഈ ഭാഗം. എട്ടരേ വിശക്കുന്നു. നേരത്തെ കഴിക്കാൻ ഇരുന്നപ്പോഴാണ് ട്രിപ്പ് അടിച്ചപ്പോൾ എടുത്തുകൊണ്ട് ഓടിയത്. അതുകൊണ്ട് കുഴപ്പമില്ല, 1500 രൂപ ഓടി. ഈ ട്രിപ്പും കൂടെ കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിയണം. ഒരു ശബരിമല കിട്ടിയിരുന്നെങ്കിൽ, ഒരു ശബരിമല വന്നതാണ്, അത് പക്ഷേ ക്യാൻസലായിപ്പോയി. യൂബറിലല്ല, അല്ലാതെ അവസാന നിമിഷത്ത് ക്യാൻസലായി. ശരിയല്ല, വരും സീസൺ ടൈമിൽ ഒരു ശബരിമലയെങ്കിലും അടിക്കണം. കഴിഞ്ഞ ശബരിമല സീസണിലെല്ലാം 4-5 ട്രിപ്പൊക്കെ അടിച്ചതാണ്. എന്തായാലും വരുമായിരിക്കും. എത്തി മക്കളെ. ടവർ 2 ഇവിടെ വന്നിട്ട് കുറേ നാളായി ചേട്ടാ. ഇവിടെ ഇപ്പോഴാണ് വരുന്നത്, കുറേ നാൾക്ക് ശേഷം DDയിൽ വരുന്നത്. ടവർ 2 ഇതന്നെ ഫസ്റ്റത്തത്. ആ ട്രിപ്പ് DD എടുത്ത് നേരെ ലയോള സ്കൂളിലായിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ട് നല്ല ചുമന്ന് കിടപ്പുണ്ട്, പക്ഷെ കാര്യമില്ല, ട്രിപ്പ് അടിക്കില്ല കള്ളന്മാർ. മൂന്ന് ട്രിപ്പ് 511 രൂപ. ഇനി ഇവിടെ എവിടെയെങ്കിലും കിടക്കാം. കുറേ നേരം. ഇത് 3ാമത്തെ റൂട്ടാണ്. അവൻ തന്നിരിക്കുന്ന ലൊക്കേഷനൊക്കെ തെറ്റാണ്. ഈ ഇതിൽ ഗൂഗിൾ മാപ്പ് ഇതാണ്ട് നീ കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയിട്ട് ലെഫ്റ്റ് എടുക്കാൻ പറഞ്ഞു. ലെഫ്റ്റ് എടുത്താൽ നേരെ കുഴിയാണ്. ആ കുഴിക്കകത്തൂടെ പോകാനാണ് ഈ ഗൂഗിൾ മാപ്പ് പറയുന്നത്. എന്തിരിക്കും എത്തിയിടാൻ നോക്കണേ, ലൊക്കേഷനും തെറ്റിച്ച് തന്നു. അവനെ വിളിച്ചിട്ടാണ് ഈ ഫോൺ കൊടുക്കാനുള്ളത്. എന്തായാലും നമുക്കത് ക്യാൻസൽ ചെയ്തകളെ, അതേ നിവർത്തിയുള്ളൂ.